രാത്രി 10:25 എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസിനായിരുന്നു ഞങ്ങൾ തഞ്ചാവൂർ പോകാനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും എറണാകുളം നോർത്തിലായതുകൊണ്ടും ഈ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്നാണ് ട്രെയിൻ കയറിയത്. കറക്റ്റ് പറഞ്ഞ ഒരു 10 മിനിറ്റ്, അതായത് ഒരു 10:35 ആയപ്പോഴത്തേക്കിനും ട്രെയിൻ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സ്ലീപ്പറിൽ ഒരാൾക്ക് 370 രൂപ അടുത്താണ് ചാർജ് വരുന്നത്. അതുപോലെ ഒരു 2 ദിവസം മുന്നൊക്കെ ബുക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് അവൈലബിൾ ആയി കിട്ടും. രാവിലെ 9 മണിക്ക് തന്നെ ട്രെയിൻ തഞ്ചാവൂർ എത്തിയിട്ടുണ്ടായിരുന്നേ. സമയം അധികം നമുക്ക് കളയാനില്ലാത്തത് കൊണ്ട് തന്നെ നേരെ പോയിട്ട് ഞങ്ങളൊരു റൂം എടുത്ത് അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. സ്റ്റേഷൻ്റെ പുറത്ത് കുറച്ച് മുന്നിലായിട്ട് മാറി കാണുന്ന ഒരു ചെറിയ കോഫി ഷോപ്പിൽ നിന്ന് കോഫിയും പിന്നെ അത്യാവശ്യം കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയുള്ള നമ്മുടെ ട്രാവലൊക്കെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഷെയർ ഓട്ടോസിലായിരുന്നു കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പോകേണ്ട പെരിയ കോവിലേക്ക് ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ഇങ്ങനത്തെ ഷെയർ ഓട്ടോസ് ആകുമ്പോൾ നമുക്ക് ഒരാൾക്ക് 10 രൂപയെ ചാർജ് വരുന്നുള്ളൂ. ഇപ്പം തന്നെ ഗോപുരത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് ഓട്ടോയിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാൻ പറ്റും. അവസാനം നമ്മളിത് തഞ്ചാവൂർ പെരുകുവാണ്ട് മുന്നിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന പെരിയ കോവിൽ ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായിട്ടാണ് ഇതിപ്പോഴും കണക്കാക്കപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിൻ്റെ പുറം മതിലുകൾ പണിഞ്ഞിരിക്കുന്നത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിലായിട്ട് ഗോളാകൃതിയിൽ തീർത്തൊരു വലിയ കലശം സ്ഥിതി ചെയ്യുന്നുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിന് ചുറ്റും 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളിലായിട്ടുള്ള ഗോപുരവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നുവെന്നാണ് കരുതപ്പെടുന്നത്. കലകളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രത്തിൽ കീർത്തന ആലപിക്കുന്നതിന് വേണ്ടി മാത്രം 50 ഗായകരെയാണ് ഏർപ്പാടാക്കിയിരുന്നത്. അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായിട്ട് ഏകദേശം 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് മാത്രം 100 വാദ്യ കലാകാരന്മാരും ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴല് ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല എന്നതാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വർഷത്തിൽ ഏതു ദിവസമായാലും ഉച്ച നേരത്ത് ഇവിടുത്തെ നിഴല് നിലത്ത് വീഴില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ രാവിലത്തെ സന്ദർശനവും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും ഫുഡും കഴിക്കാനായിട്ട്. ക്ഷേത്ര നഗരം ആയതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാം വെജിറ്റേറിയൻ ഹോട്ടൽസാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീ ആര്യഭവൻ, അവിടെ കയറിയതിൻ്റെ ഒരു കുന്തളിപ്പാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരാവശ്യമില്ലാതെ വല്ലപ്പോഴും പോകണതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ തഞ്ചാവൂർ സ്പെഷ്യൽ താലി. ഇത് മൊത്തം തീർക്കാൻ പിന്നെ ഞങ്ങൾ പെട്ട പാട് ഇതിനകത്ത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവരുടെ ഒരു നോർമൽ മീൽസിൽ തന്നെ എണ്ണാൻ പറ്റാത്ത അത്ര കറികളുണ്ടായിരുന്നു. അപ്പോൾ താലി മീൽസ് കാണുമ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് ഒന്ന് നോക്കിയേ. വെൽക്കം ഡ്രിങ്ക്, ഇളനീർ ഹൽവ, പിന്നെ കുറച്ച് സ്നാക്സ്, അങ്ങനെ ഇതൊരു വലിയ ഗ്രാൻഡ് സദ്യ തന്നെയായിരുന്നു കേട്ടോ. അത് തീർക്കാൻ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം പണിപ്പെട്ടിട്ടുണ്ട്. സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഇരവഴുങ്ങിയ പാമ്പിൻ്റെ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അവസാനം ഉറങ്ങിപ്പോയിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിൽ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചാടി എണീറ്റ് വീണ്ടും ഷെയർ ഓട്ടോയിൽ കയറിയിട്ടാണ് ഈ പോക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഈ ഷെയർ ഓട്ടോ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിപ്പോയി. കാരണം കിലോമീറ്റർ ഇച്ചിരി കൂടുതലാണെങ്കിലും 10-20 അതിനപ്പുറത്തേക്ക് വലിയ റേറ്റ് ഒന്നും പോണത് കണ്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ പൊരിവെയിലത്ത് കണ്ടതിനേക്കാളും ഈ ഒരു ഗോൾഡൻ ലൈറ്റിൽ ഈ അമ്പലം കുറച്ചുകൂടെ ഭംഗി കൂടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. തഞ്ചാവൂർ കാണാൻ വരുന്നവർ എന്തായാലും ഈവനിങ് ഈ ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് മാക്സിമം പോകാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മോർണിംഗ് കാണുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വിഷ്വൽസ്. ഈ ഫുൾ ലൈറ്റപ്പിൽ ഈ ഒരു സെറ്റപ്പിൽ ഈ അമ്പലം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വൈബ് കിട്ടുന്നത്. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ ഒരുവിധം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. റൂമിന് തൊട്ട് താഴത്തുള്ള വേറൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിന്നറും കഴിക്കുന്നത്. ഞാനൊരു ഗീ റോസ്റ്റും അതുപോലെ തന്നെ ശരത്ത് പൊറോട്ടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വൃത്തിയും അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ളൊരു ഹോട്ടലായിരുന്നു. രാവിലത്തെ തിരക്കിനിടയ്ക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഗണേഷ് ഹോട്ടൽ. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2 ആൾക്ക് 1100 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. ഇത് നമുക്കൊരു ലക്കിന് കിട്ടിയ പോലെ എനിക്ക് തോന്നി. കാരണം ബാക്കി ഓൺലൈൻ ആപ്സിലൊക്കെ തന്നെ 2500 ആ റേഞ്ചിലൊക്കെയാണ് റൂംസ് കാണിച്ചത്. ആ സെയിം ഫെസിലിറ്റിയൊക്കെ നമുക്കിവിടെ 1100 കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്